മധുരയിലെ രാജാവായ ഉഗ്രസേനൻ ഒരു നീതിമാനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ കംസൻ വളരെ ക്രൂരനും സ്വാർത്ഥനുമാകുകയായിരുന്നു. തന്റെ സഹോദരിയായ ദേവകിയെയും ഭർത്താവായ വസുദേവനെയും അവൻ വഞ്ചിച്ച് തടവിലാക്കി. കാരണം ആ ദമ്പതികൾക്ക് ജനിക്കുന്ന 8ാമത്തെ മകൻ തന്നെ കൊല്ലുമെന്ന് ദേവവാണി കുറിച്ചു. കംസൻ ഭീതിയിൽ ആ 6 മക്കളെയും കൊന്നു. 8ാമത്തെ മകനായ കൃഷ്ണനെ വസുദേവൻ കന്യകയായ യശോദയുടെ മകനുമായി മാറിച്ച് രക്ഷിച്ചു. കൃഷ്ണനും ബാലരാമനും ഗോകുലത്തിൽ വളർന്നു. കൃഷ്ണനും ബാലരാമനും യുവനായി വളർന്ന് കംസന്റെ ക്രൂരതയെ അവസാനിപ്പിക്കാനുള്ള സമയമായി. അവർ മധുരയിലേക്ക് തിരിച്ചു. അതിനുമുൻപ് കംസൻ അവരെ കൊല്ലാൻ അനേകം അസുരന്മാരെ അയച്ചിരുന്നെങ്കിലും കൃഷ്ണൻ എല്ലാവരെയും വധിച്ചു. മധുരയിൽ കംസൻ ഒരു വലിയ മല്ലയുദ്ധം സംഘടിപ്പിച്ചു. കൃഷ്ണനും ബാലരാമനും അതിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ മുഴുവൻ ജനത അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ ശലഭൻ എന്ന പിറവിപ്പടയാളിയെ, ബാലരാമൻ തോഷകനെയും ജയിച്ചുകൊണ്ട് അവർ കംസന്റെ മുൻപിലേക്ക് എത്തി. അവസാനം കൃഷ്ണൻ അരങ്ങത്ത് നേരെ കംസനെ നേരിട്ടു. കംസൻ പേടിച്ചു. കൃഷ്ണൻ ശക്തിയായി അവനെ പിടിച്ചു നിലത്തടിച്ചു. കംസൻ മരിച്ചു. മുഴുവൻ രാജ്യം അതിനുശേഷം സന്തോഷവാനായി. ഉഗ്രസേനൻ വീണ്ടും രാജാവായി. രാജ്യം നീതിപൂർണമായി ഭരിക്കപ്പെട്ടു. കൃഷ്ണൻ നമ്മെ പതിപ്പിക്കുന്നത് ദുഷ്ടനെ എത്ര ശക്തിയുള്ളവനാണെങ്കിലും നീതി എപ്പോഴും ജയിക്കുമെന്നതാണ്. കംസനെ പോലെയുള്ള ക്രൂരരുടെ കാലം വളരെ ദൈർഘ്യമായിരിക്കും, പക്ഷേ അവസാനം സത്യം വിജയം കാണും.